വെരി ഗുഡ് മോർണിംഗ്. ഞാൻ ക്രിസ്റ്റിന ചെറിയാൻ. 24-ന്റെ പ്രഭാത വാർത്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വയനാട് ഉരുൾപൊട്ടൽ മേഖലയിൽ ജനകീയ തെരച്ചിൽ ഇന്നും തുടരും. ചാലിയാറിലാണ് ഇന്ന് വിശദമായ പരിശോധന നടക്കുക. അതേപോലെ തന്നെ നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്യും. വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നും തുടരും. മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്ത സൂചിപ്പാറ, പരപ്പൻപാറ മേഖലകളിലായിരിക്കും സന്നദ്ധ പ്രവർത്തകരും ഫയർഫോഴ്സും അടങ്ങുന്ന സംഘം പ്രധാനമായും തെരച്ചിൽ നടത്തുക. അതേസമയം രേഖകൾ നഷ്ടമായവർക്കുള്ള വീണ്ടെടുക്കൽ ക്യാമ്പ് ഇന്ന് നടക്കും. വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുകയാണ് വയനാട്ടിൽ നിന്ന്. ശ്രീജിത്ത്, കഴിഞ്ഞ ദിവസം മുതൽ ക്യാമ്പുകളിൽ നിന്ന് സന്നദ്ധരായവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജനകീയ തെരച്ചിലായിരുന്നല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും തുടരുമെന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ നിരവധി രേഖകൾ നഷ്ടമായവരുണ്ട്. അവർക്ക് വേണ്ടിയുള്ള വീണ്ടെടുക്കൽ ക്യാമ്പും ഇന്ന് ആരംഭിക്കുമല്ലോ. തീർച്ചയായും ക്രിസ്റ്റീന, അതുതന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. കാരണം ഇന്നലെ അവിടെ വന്ന സമയത്ത്, ഈ ക്യാമ്പുകളിൽ നിന്ന് ആളുകൾ വന്ന സമയത്ത് എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന കുറേ കാഴ്ചകളായിരുന്നു ആ മേഖലയിൽ കണ്ടിരുന്നത്. സ്വാഭാവികമായി അത്തരത്തിലുള്ള വേദനിപ്പിക്കുന്ന കാഴ്ചകൾ എല്ലാവരുടെയും കണ്ണുനീരണിയിപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. ഈ വീട് നഷ്ടപ്പെട്ട ആളുകളൊക്കെ ആ പ്രദേശത്തേക്ക് എത്തിച്ചേർന്ന് വലിയ വിഷമത്തോടുകൂടി കാര്യങ്ങൾ പറയുന്നതും, അതുപോലെ തന്നെ തൻ്റെ വീടായിരുന്നു ഈ പ്രദേശത്ത് ഇരുന്നിരുന്നത്, അതിപ്പോൾ കാണുന്നില്ല എന്ന് പറഞ്ഞ് വേദനയോടുകൂടി വിങ്ങിപ്പൊട്ടുന്നതും പൊട്ടിക്കരയുന്നതുമൊക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനായി. ഒരു ഇസാഖ് എന്ന ഒരു ചെറുപ്പക്കാരനെ ആശ്വസിപ്പിക്കാനാകാതെ മന്ത്രി എ കെ ശശീന്ദ്രൻ പോലും ആ ദുരന്ത ഭൂമിയിൽ വിങ്ങിപ്പൊട്ടുന്നൊരു കാഴ്ച നമുക്ക് കാണാനായി. എന്തായാലും ഇന്നും സമാനമായ രീതിയിലുള്ളൊരു തെരച്ചിൽ തന്നെയായിരിക്കും നടക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പരപ്പൻപാറ മേഖലയിൽ കൂടുതൽ തെരച്ചിൽ വ്യാപിപ്പിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇന്നലെ തന്നെ അറിയിച്ചു കഴിഞ്ഞു. കാരണം ഇന്നലെ 3 ശരീരഭാഗങ്ങൾ ആ മേഖലയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ ശ്രമകരമായാണ് അത് പുറത്തെത്തിച്ചത്. ആ മേഖലയിൽ കൂടുതൽ ആളുകളെ കൂടി എത്തിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ശരീരഭാഗങ്ങളോ അല്ലെങ്കിൽ മൃതദേഹങ്ങളോ ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഒരു മൃതദേഹം കൂടി ഇന്നലെ ചാലിയാറിൽ നിന്ന് ലഭിക്കുന്നൊരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ഒരു കാരണവശാലും ഇപ്പോൾ ഈ സമയത്തൊന്നും തന്നെ ഇപ്പോൾ തെരച്ചിൽ നിർത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ടത്, കുറേ രേഖകളൊക്കെ പലർക്കും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ രേഖകളെല്ലാം വീണ്ടെടുക്കാൻ വേണ്ടി ക്യാമ്പുകൾ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ തന്നെയായിരിക്കും ഈ ക്യാമ്പുകൾ നടക്കുക. എന്തായാലും ഈ രേഖകൾ ഉള്ള സമയത്ത് ആളുകൾക്ക് കൃത്യമായ രീതിയിൽ അവരുടെ പേരുവിവരങ്ങളെല്ലാം പറഞ്ഞ് എന്തെല്ലാം രേഖകളാണ് തങ്ങൾക്ക് നഷ്ടപ്പെട്ടതെന്ന് പറയാനുള്ള ഒരു അവസരം ആ മേഖലയിൽ ഉണ്ടാകും. എന്തായാലും ആ മേഖലയിൽ നിരവധി ഉദ്യോഗസ്ഥരുണ്ടാകും. അവരോട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് ആ രേഖകളെല്ലാം തന്നെ വീണ്ടെടുക്കുക എന്ന ഒരു പ്രക്രിയയിലേക്ക് കൂടി കടന്നിരിക്കുന്നത്. അതായത് തെരച്ചിൽ അതിൻ്റെ ഒരു അന്തിമഘട്ടത്തിലാണ്. കൂടാതെ ആളുകളെ റീബിൽഡ് എന്ന തരത്തിലേക്ക് ആളുകളെ മാറ്റുക എന്നതാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഏതാണ്ട് 225ഓളം വീടുകൾ ഇതിനകം തന്നെ സർക്കാർ കണ്ടെത്തി കഴിഞ്ഞ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നിന്ന് മടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീടുകളാണത്. എന്തായാലും അതൊന്നും പോരാ, കൂടുതലായ രീതിയിലുള്ള പുനരധിവാസം അവർക്ക് വേണമെന്നൊരാവശ്യം നിലവിലുണ്ട്. എന്തായാലും സർക്കാരിൻ്റെ മുൻപിൽ ഇനിയുള്ളത് കണ്ടെത്താനുള്ളവരെ ഏറ്റവും അവസാനത്തെ ആളെ കണ്ടെത്തുമെന്ന് പറയുമ്പോഴും അത് ദുഷ്കരം തന്നെയാണ്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് വലിയ പാറക്കഷ്ണങ്ങൾ ഇപ്പോഴും പല മേഖലയിലും കുന്നുകൂട്ടിയിരിക്കുകയാണ്. രക്ഷാപ്രവർത്തകർ, സന്നദ്ധ പ്രവർത്തകർ ഇപ്പോഴും പറയുന്നുണ്ട് അതിന് അടിയിൽ നിന്നൊക്കെ ദുർഗന്ധം വരുന്നുണ്ട് എന്ന്. അപ്പോൾ സ്വാഭാവികമായി അതിൽ കൃത്യമായ രീതിയിൽ മൃതശരീരാവശിഷ്ടങ്ങൾ തന്നെയായിരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്ന പ്രകാരമാണെങ്കിൽ തെരച്ചിൽ നിന്നും തുടരും. അതിൽ ക്യാമ്പിൽ നിന്ന് ഉള്ള ആളുകൾ ഇപ്പോൾ പലരും വരാൻ സന്നദ്ധരാകുന്നില്ല. അതിൽ പ്രധാനപ്പെട്ട കാരണം ഈ മുണ്ടക്കയിലേക്കും അതുപോലെ തന്നെ ചൂരൽമലയിലേക്കുമൊക്കെ എത്തുന്ന സമയത്ത് തങ്ങളുടെ വീട് നിന്ന സ്ഥലം പോലും അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നൊരു വിഷമമാണ് പലപ്പോഴും അവർക്ക് ആ ദുരന്ത ഭൂമിയിലെത്തുമ്പോൾ വലിയ ബുദ്ധിമുട്ടിലേക്ക് അവരെ കാര്യങ്ങൾ നയിക്കുന്ന കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും തെരച്ചിൽ തുടരും. രാവിലെ 7 മണിയോടുകൂടി സന്നദ്ധ പ്രവർത്തകർ എത്തും. കഴിഞ്ഞ ദിവസത്തിന് വിപരീതമായി കാര്യമായ സന്നദ്ധ പ്രവർത്തകർ ഈ മേഖലയിലേക്ക്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ചൂരൽമലയിലാണ്, ഈ മേഖലയിലേക്ക് എത്തുന്നില്ല. കാരണം ഈ മേഖലയിലല്ല കൂടുതൽ തെരച്ചിൽ നടക്കുന്നത്, മറ്റു പല മേഖല, കാരണം ഉൾവനത്തിലൊക്കെയാണ് തെരച്ചിൽ നടക്കുന്നത്. ആ മേഖലയിലേക്ക് കൂടുതൽ സന്നദ്ധ പ്രവർത്തകർ എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ക്രിസ്റ്റീന. ശ്രീജിത്ത്, ഒപ്പം തന്നെ ഈ തിരിച്ചറിയാതെ സംസ്കാരം നടന്നവരുടെ DNA രേഖകൾ ഇന്ന് പുറത്തുവിടുകയാണല്ലോ. അപ്പോൾ ആരോഗ്യമന്ത്രി തന്നെ പറഞ്ഞിരുന്നു ഇത്തരത്തിലുള്ള DNA രേഖകൾ, അത് ബന്ധുക്കളുടെ DNA പരിശോധന ഈ സമയത്തൊക്കെ മാനസികമായും വൈകാരികമായുമുള്ള പിന്തുണ ഇവർക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള എന്തൊക്കെ നടപടികളാണ് ഉണ്ടാവുക? ഇന്ന് ഈ രേഖകൾ നഷ്ടമായവർക്കുള്ള ഒരു വീണ്ടെടുക്കൽ ക്യാമ്പ് കൂടിയുണ്ടല്ലോ.
ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, രേഖകൾ വീണ്ടെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് 2 ക്യാമ്പുകൾ വെച്ചിട്ടുണ്ട്. അതിൽ എല്ലാ വകുപ്പുകളുടെയും ഉദ്യോഗസ്ഥർ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് ആധാർ കാർഡുകൾ നഷ്ടപ്പെട്ട ആളുകളുണ്ട്, പാസ്പോർട്ട് നഷ്ടപ്പെട്ട ആളുകളുണ്ട്, അങ്ങനെ ജീവിതത്തിൻ്റെ റേഷൻ കാർഡ് നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അങ്ങനെ ജീവിതത്തിൻ്റെ മുഴുവൻ സമ്പാദ്യങ്ങളും ആ വീട്ടിനുള്ളിൽ വെച്ച് ജീവരക്ഷാർത്ഥം, പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെട്ട ആളുകളാണ്. അവർക്കത് വീണ്ടെടുക്കാൻ ആവശ്യമായ എല്ലാവിധ സൗകര്യവും ഒപ്പം പിന്തുണയും സർക്കാർ നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത് കൂടാതെയാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ DNA പരിശോധനാ ഫലം വരുന്നത്. ആരോഗ്യമന്ത്രിയുടെ അടക്കമുള്ള വാക്കുകൾ കടമെടുത്താൽ കൃത്യമായ രീതിയിൽ ഒരു മെൻ്റൽ സപ്പോർട്ടിന്, മാനസികമായ പിന്തുണ അവർക്ക് നൽകേണ്ടത് അത്യാവശ്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരു കൗൺസിലിംഗ് നൽകുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല. കാരണം എല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ്. നിരവധി തവണ, കാരണം ഒരു വീട്ടിൽ ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും മക്കളെയും അല്ലെങ്കിൽ അച്ഛനെയും അമ്മയെയും സഹോദരിയും ഒക്കെ തന്നെ, അല്ലെങ്കിൽ സുഹൃത്തിനെയും ഒക്കെ തന്നെ നഷ്ടപ്പെടുന്നൊരു സാഹചര്യമാണ്. പലപ്പോഴും ആശുപത്രി കിടക്കയിൽ കിടന്ന്, ഇന്നലെയൊക്കെ ഞാൻ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ പോകുന്ന സമയത്ത് ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന പെൺകുട്ടിക്ക് അവരുടെ 3 മക്കൾ മരിച്ച വിവരം പറഞ്ഞതുപോലും അതിന് തൊട്ട് മുൻപാണ്. അതായത് ഇത്ര ദിവസം കഴിഞ്ഞിട്ടാണ് 3 മക്കളെ കാണുന്നില്ല എന്ന് പറഞ്ഞത്. അതിലൊരു മൃതദേഹം പോലും ലഭിച്ചിട്ടില്ല എന്നതും വളരെ വിഷമകരമായ കാര്യമാണ്. ആ പെൺകുട്ടി ഒന്ന് പൊട്ടിക്കരയാൻ പോലും ആകാതെ അവിടെ ഇരിക്കുന്ന ആ നെഞ്ചു പൊട്ടുന്നൊരു കാഴ്ചയാണ് ആ മേഖലയിൽ നിന്ന് കണ്ടത്. അപ്പോൾ അവർക്കൊക്കെ മാനസികമായ പിന്തുണ മാത്രമല്ല, കൃത്യമായ രീതിയിലുള്ള ഒരു കൗൺസിലിംഗ് കൂടി ആവശ്യമാണ്. അത്തരത്തിലുള്ള ആളുകളെ അത്ര പെട്ടെന്നൊന്നും മറക്കാൻ കഴിയില്ലല്ലോ ക്രിസ്റ്റീന. അതൊരു ജീവിതത്തിൻ്റെ ഒരു ഭാഗം കൂടിയായിരുന്നല്ലോ. ഇത്ര വർഷം കഴിഞ്ഞ് ആ ഒരു മൂത്ത മകൻ പഠിക്കുന്ന 9ാം ക്ലാസ്സിലാണ്, ക്ഷമിക്കണം 9 വയസ്സുകാരനാണ്. അപ്പോൾ സ്വാഭാവികമായി അതൊക്കെ വലിയ വിഷമത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യമാണ്. കാരണം ഇത്ര വർഷം നോക്കി വളർത്തിയ മകൻ അല്ലെങ്കിൽ മകളൊക്കെ നഷ്ടപ്പെടുന്നത്, അച്ഛനമ്മമാർ നഷ്ടപ്പെടുന്നത് ഒരു രാത്രി കൊണ്ടാണ് നമ്മൾ സംഭവിക്കുന്നത്. സ്വാഭാവികമായി അതിനൊക്കെ വേണ്ട ഒരു കൗൺസിലിംഗ് നൽകുമെന്നാണ് സർക്കാർ ഇതിനകം തന്നെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. എന്തായാലും തെരച്ചിലാണ് പ്രധാനപ്പെട്ട ഘടകം. ഇന്ന് കാര്യമായ രീതിയിലുള്ള തെരച്ചിൽ നടക്കുക സൂചിപ്പാറ, പരപ്പൻപാറ മേഖലയിലായിരിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ക്രിസ്റ്റീന, ശരി. ഇന്നത്തെ തെരച്ചിൽ രാവിലെ 7 മണിയോടെ തന്നെ, അതായത് അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുമെന്നാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ റിപ്പോർട്ട് ചെയ്യുന്നത്. കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് വിദഗ്ധ സംഘം ഇന്ന് പരിശോധന നടത്തും. 4 സംഘമാണ് ഉരുൾപൊട്ടലുണ്ടായ അടിച്ചിപ്പാറ, മഞ്ഞച്ചീളി, പാനോം മേഖലകൾ സന്ദർശിക്കുക. 14 വീടുകൾ ഒലിച്ചുപോയെന്നും 112 വീടുകൾ വാസയോഗ്യമല്ലാതായെന്നും പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഉരുൾപൊട്ടലിന് 100ലേറെ പ്രഭവ കേന്ദ്രങ്ങളുണ്ടെന്ന് ഡ്രോൺ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഒരാൾ മരിക്കുകയും കനത്ത നാശനഷ്ടം സംഭവിക്കുകയും ചെയ്ത വിലങ്ങാടിനായി സമഗ്ര പുനരധിവാസ പദ്ധതി ആസൂത്രണം ചെയ്യുമെന്നും മന്ത്രി PM മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി. നാശനഷ്ടത്തിന്റെ കണക്ക് ഈ മാസം 17 മുൻപ് നൽകാൻ ജില്ലാ കളക്ടറോട് നിർദ്ദേശിച്ചതായും മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തി പ്രാപിക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. മോശം കാലാവസ്ഥയെ തുടർന്ന് തെക്കൻ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികളും മലയോര മേഖലയിലുള്ളവരും പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് നിർദ്ദേശം. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനില കൂടുതൽ മെച്ചപ്പെട്ടു. കഴിഞ്ഞ ദിവസം ICUവിൽ നിന്ന് മുറിയിലേക്ക് മാറ്റിയ കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയായ 3.5 വയസ്സുകാരൻ സംസാരിച്ചു തുടങ്ങി. 3 ആഴ്ച വെന്റിലേറ്ററിലായിരുന്ന കുട്ടി അപകടനില തരണം ചെയ്തതായും ഒരാഴ്ച കൊണ്ട് ആരോഗ്യനില പൂർണ്ണമായി വീണ്ടെടുക്കുമെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ചെന്നൈ തിരുപ്പതി ദേശീയപാതയിൽ വാഹനാപകടത്തിൽ 5 വിദ്യാർത്ഥികൾ മരിച്ചു. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെ ആശുപത്രിയിലേക്ക് മാറ്റി. തിരുവള്ളൂരിൽ കാറും ട്രക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളാണ് മരിച്ചത്. അദാനി ഗ്രൂപ്പിൽ പണം എത്തിച്ച കടലാസ് കമ്പനികളിൽ സെബി ചെയർപേഴ്സൺ മാധബിപുരി ബുച്ചിന് നിക്ഷേപമുണ്ടെന്ന ഹിൻഡൻബർഗ് ആരോപണം കേന്ദ്ര സർക്കാരിനെതിരെ ആയുധമാക്കി പ്രതിപക്ഷം. വിഷയം സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് ഇന്ത്യ മുന്നണി. സെബിക്കെതിരെ രൂക്ഷ വിമർശനവുമായി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നു. സെബിയുടെ വിശ്വാസ്യത പൂർണ്ണമായും തകർന്നെന്ന വിമർശനം. സെബി ചെയർപേഴ്സൺ എന്തുകൊണ്ട് രാജിവെക്കുന്നില്ലെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. അതേസമയം ഹിൻഡൻബർഗ് റിപ്പോർട്ടിനെ തള്ളി സെബി രംഗത്ത് വന്നു. അദാനി ഗ്രൂപ്പിനെതിരായ ആരോപണങ്ങൾ കൃത്യമായി അന്വേഷിച്ചെന്നാണ് വിശദീകരണം. ഓഹരി വിപണിയുടെ സുതാര്യത ഉറപ്പാക്കാൻ പ്രതിജ്ഞാബദ്ധമാണെന്നും സെബി വാർത്താക്കുറിപ്പിലൂടെ വ്യക്തമാക്കി. നാഷണൽ ഹെറാൾഡ് കേസിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ വീണ്ടും ചോദ്യം ചെയ്യും. ഇതിനായി വീണ്ടും ED സമൻസ് നൽകും. അന്വേഷണ നടപടികൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായാണ് ചോദ്യം ചെയ്യൽ.
വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ആർ രാധാകൃഷ്ണൻ ചേരുകയാണ്. ആർ കെ രാഹുലിനെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. പക്ഷേ ഇത്തവണ ഇത് അന്വേഷണ നടപടികൾ പൂർത്തിയാക്കുന്നതിന്റെ ഒരു ഭാഗമായാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ ക്രിസ്ത്യന, ഈ അന്വേഷണ നടപടികൾ പൂർത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് കണ്ടുകെട്ടിയ സ്വത്തുക്കൾ അവ ക്രയവിക്രയം ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ ഇവയിൽ ചില വ്യക്തത രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് വേണം എന്നാണ് ഇഡിയുടെ നിലപാട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായി രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രതികൾക്ക് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യും എന്ന് ഇപ്പോൾ ഇഡി അനൌദ്യോഗികമായിട്ട് വ്യക്തമാക്കുന്നത്. സോണിയാഗാന്ധിക്ക് നോട്ടീസ് നൽകിയേക്കില്ല എന്നാണ് ഇപ്പോഴത്തെ വിവരം. രാഹുൽ ഗാന്ധിക്ക് ഈ വിഷയത്തിലെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ടിട്ട് നേരിട്ടുള്ള പങ്കുണ്ട് എന്ന വിധത്തിലാണ് ഇപ്പോൾ ഇഡിയുടെ നിലപാട്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനായി സമൻസ് നൽകുന്നത്. നേരത്തെ ഉള്ള ഘട്ടത്തിൽ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്. അങ്ങനെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് സമൻസ് നൽകുന്നതിന് മുൻപെങ്കുമില്ലാത്ത വിധത്തിലുള്ള രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. 2022 അവസാനമായിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ട് ചോദ്യം ചെയ്യലടക്കമുള്ള നടപടികൾ CBI സ്വീകരിച്ചിരുന്നത്. വേഗത്തിൽ തന്നെ ഇക്കാര്യത്തിൽ നടപടികളിലേക്ക് കടക്കാൻ ഇഡി ആലോചിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ക്രിസ്ത്യന, ശരി. ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് ആർ രാധാകൃഷ്ണനാണ്. ബില്ലുകളിൽ ഒപ്പിടാൻ ഗവർണർ വിമുഖത കാണിക്കുന്നുവെന്നാരോപിച്ച് സംസ്ഥാന സർക്കാർ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. നിയമസഭ പാസാക്കിയ ബില്ലുകൾ രാഷ്ട്രപതിക്ക് വിട്ട നടപടി ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിൽ കഴിഞ്ഞ തവണ കേരള ഗവർണർക്ക് സുപ്രീംകോടതി നോട്ടീസ് അയച്ചിരുന്നു. ഗവർണർക്കു പുറമെ കേസിലെ കക്ഷിയായ കേന്ദ്ര സർക്കാരിനും സുപ്രീംകോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. രാഷ്ട്രപതി ബില്ലുകൾക്ക് അനുമതി നൽകാത്തതിനെതിരെയാണ് കേരളത്തിന്റെയും TP രാമകൃഷ്ണൻ MLAയുടെയും ഹർജി. സമാനമായ ഹർജിയിൽ പശ്ചിമബംഗാൾ ഗവർണർക്കും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് നോട്ടീസ് അയച്ചിരുന്നു. ആലപ്പുഴ തകഴി കുന്നുമ്മയിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ നവജാത ശിശുവിന്റെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. ഇന്ന് രാവിലെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് മോർച്ചറിയിലാണ് പോസ്റ്റ്മോർട്ടം. ഇന്നലെ വൈകിട്ടാണ് കുന്നുമ്മലിലെ പാടശേഖരത്തിൽ ബണ്ടിന് സമീപത്തു നിന്ന് മൃതദേഹം കണ്ടെടുത്തത്. കുഞ്ഞിന്റെ മാതാവ് ഉൾപ്പെടെ 3 പേരാണ് കേസിൽ പ്രതികൾ. മാതാവിന്റെ ആൺസുഹൃത്ത് തോമസ് ഔസേഫ്, സഹായി അശോക് എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. പോലീസ് നിരീക്ഷണത്തിൽ ആശുപത്രിയിൽ കഴിയുന്ന യുവതിയെയും ചികിത്സ പൂർത്തിയായ ശേഷം അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചു. പ്രസവത്തെ തുടർന്ന് കുഞ്ഞു മരിച്ചതാണോ ജനിച്ച ശേഷം കൊലപ്പെടുത്തിയതാണോ എന്നതിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ വ്യക്തത വരൂ. സമഗ്ര ശിക്ഷാ കേരളം സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുവിദ്യാലയങ്ങളിൽ നടപ്പാക്കുന്ന സ്കഫോൾഡ് പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സംഗമം സംഘടിപ്പിച്ചു. തൃശൂർ IASC ഹാളിൽ നടന്ന പരിപാടി കോർപ്പറേഷൻ മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. NSSK ജില്ലാ കോർഡിനേറ്റർ NJ ബിനോയ് അധ്യക്ഷനായി. പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന പദ്ധതിയാണ് സ്കഫോൾഡ്. സാമൂഹികവും സാമ്പത്തികവുമായി പിന്തുണ ആവശ്യമുള്ള അക്കാദമിക മികവ് പുലർത്തുന്ന കുട്ടികളെയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിരവധി ദുർബലതകൾ ഓരോ തവണയും ശ്രദ്ധിച്ചിരുന്നത് നിറപുത്തരി പൂജകൾക്കായി ശബരിമല നട തുറന്നു. രാവിലെ 18-ാം പടിക്ക് സമീപത്തുനിന്ന് മേൽശാന്തി മഹേഷ് നമ്പൂതിരി ശിരസിലേറ്റിക്കൊണ്ടുവരുന്ന കറ്റകൾ കിഴക്കേ മണ്ഡപത്തിൽ തന്ത്രി കണ്ഠരര് മഹേശ്വരർ മോഹനര് പൂജിച്ച് ശ്രീകോവിലിലേക്ക് കൊണ്ടുപോകും. കതിരുകൾ പിന്നീട് ഭക്തർക്ക് പ്രസാദമായി നൽകും. ഇന്ന് മറ്റ് വിശേഷാൽ പൂജകൾ ഉണ്ടാകില്ല. കൊൽക്കത്തയിലെ RG കർ മെഡിക്കൽ കോളേജിൽ ജൂനിയർ ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ നടപടിയെടുക്കാൻ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ മുന്നോട്ടുവച്ച സമയപരിധി ഇന്ന് അവസാനിക്കും. ഡോക്ടർമാർക്ക് സുരക്ഷ ഉറപ്പാക്കണമെന്നതടക്കം 3 ആവശ്യങ്ങളാണ് IMA ഉന്നയിച്ചിരിക്കുന്നത്. ഇന്നു മുതൽ രാജ്യവ്യാപകമായി സേവനങ്ങൾ തടസ്സപ്പെടുത്തി പ്രതിഷേധിക്കുമെന്ന് റെസിഡന്റ് ഡോക്ടർമാരുടെ സംഘടനയായ ഫോഡ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേസ് CBIക്ക് വിടണമെന്നും കുറ്റവാളികൾക്ക് വധശിക്ഷ ഉറപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് RG കർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ പ്രതിഷേധം തുടരുകയാണ്. സംഭവത്തിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സഞ്ജയ് വസിഷ്ഠയെ പദവിയിൽ നിന്നും നീക്കി ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. കേസിൽ അറസ്റ്റിലായ പ്രതി സഞ്ജയ് റോയ് 3 തവണ വിവാഹമോചിതനായ വ്യക്തിയാണെന്നും മദ്യത്തിനടിമയാണെന്നും പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി.
തിരുവനന്തപുരം ശ്രീകാര്യത്ത് കാപ്പ കേസ് പ്രതി ജോയിയുടെ കൊലപാതകത്തിൽ അറസ്റ്റിലായ 5 പ്രതികളെ കോടതി റിമാൻഡ് ചെയ്തു. കുറ്റ്യാണി സ്വദേശികളായ സജീർ, രാകേഷ്, പാപ്പനംകോട് സ്വദേശി വിനോദ്, ശ്രീവരാഹം സ്വദേശി ഉണ്ണികൃഷ്ണൻ, മുട്ടത്തറ സ്വദേശി നന്ദുലാൽ എന്നിവരെയാണ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തത്. സംഘത്തിലെ പ്രധാനി ചാല സ്വദേശി അൻവർ ഹുസൈനായുള്ള അന്വേഷണം തുടരുകയാണ്. റിമാൻഡിലായ പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിന് പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. വെട്ടേറ്റ് ചികിത്സയിലായിരുന്ന വെട്ടുകത്തി ജോയി ശനിയാഴ്ച പുലർച്ചെയാണ് മരിച്ചത്. മണ്ണ് മാഫിയ സംഘങ്ങൾ തമ്മിലുള്ള സാമ്പത്തിക തർക്കമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. പ്രഭാത വാർത്തകളുടെ സമയം പൂർണ്ണമാകുന്നു.